ഇതാ അപ്പോൾ സിലോപ്പിയാണ് കേട്ടോ വറുത്തെടുക്കണേ. കൂടുതൽ ഈ മീൻ തന്നെയല്ലേ ചേച്ചി? എല്ലാരും കടൽ മീനുകളും ഉണ്ട്. അപ്പൊ കടൽ മീനുകളും വറുക്കും. അപ്പൊ ഇവിടെ ആണെങ്കിൽ വലിയ മീനുകളും ഉണ്ട്. വലിയ സിലോപ്പി ഉണ്ട്, ചെറുതരം ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു വലിയ സിലോപ്പി 150 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. 50 രൂപയ്ക്കും 60 രൂപയ്ക്കും 70 രൂപയ്ക്കും ഒക്കെ ഉണ്ട്. ഞാൻ വലിയത് ഇങ്ങനെ വില കുറവായതുകൊണ്ട് കാണിച്ചു തന്നതാണ്. 10-12 ഐറ്റം ചേർത്തിട്ടുള്ള ഊണാണ് തരുന്നത്. മീൻ കൂട്ടാനും പരിപ്പും രണ്ടും ഒഴിക്കാനും ഞാൻ ഒഴിച്ചു. ഇനി അല്ലാതെ സാമ്പാറും പുളിശ്ശേരിയും ഉണ്ട്. സ്പെഷ്യലായിട്ട് ഞണ്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിലോപ്പി കണ്ടോ, ഇത് 80 രൂപയുടെയാണേ. എല്ലാരും പറയണേ ഭയങ്കര സ്വാദാ ഇവിടുത്തെ ഭക്ഷണം എന്നാണ്. അത് ഈ കോളേജിലെ സാറുമാരും പിള്ളേരും എല്ലാം ഇഷ്ടം പോലെ വരും. അവരിങ്ങനെ കഴിച്ചിട്ട് ഞങ്ങളോട് തന്നെ പറയും നല്ല ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ഞങ്ങളും നല്ലതായിട്ട് വെച്ചെടുക്കുന്നത് ഇന്ന് നല്ലതാണെങ്കിലല്ലേ നാളെ എല്ലാവരും വരുത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കും. കടയ്ക്ക് വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളക്കാരം അടയ്ക്കണം, എല്ലാം ചെയ്യണം. എല്ലായിടത്തും ഉള്ള ചെലവ് നിങ്ങൾക്കും ഉണ്ട്. ഞങ്ങളിങ്ങനെ അതുകൊണ്ട് ആളിനെ കുറച്ച് വെച്ചോണ്ട് ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ 70 രൂപയ്ക്ക് കൊടുത്താൽ മുതലാവില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലാണ് കരുനാഗപ്പള്ളി വള്ളിക്കാവ്. ഇത് നേരെ പോണത് അമൃതപുരിയിലേക്കൊക്കെ പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭുവനേശ്വരി ഹോട്ടൽ വളരെ ചെറിയ പൈസ എന്ന് വെച്ചാൽ 70 രൂപയ്ക്ക് മീൻ വറുത്തതും ഉൾപ്പെടെ 10-12 ഐറ്റം കൂട്ടിയിട്ടുള്ള ഊണ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇവിടെ അമൃതയുടെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടി ആദിത്യയാണ് എനിക്ക് ഈ കടയെ പറ്റി മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആദിത്യ പറഞ്ഞൊരു കാര്യം, ഹോസ്റ്റലിലാണ് ചേച്ചി, പക്ഷേ എനിക്കൊരു ഹോംലി ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ ഞാനിവിടെ ആൻറ്റിയുടെ അങ്കിളുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കും, ശരിക്കും വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഇത് മീൻ കൂട്ടാനല്ലേ? ഇത് ചോറിൻ്റെ കൂടെ സൈഡ് കൊടുക്കുന്നത്. ചോറിൻ്റെ കൂടെ എല്ലാ ദിവസവും ഉള്ളതാണ് ഈ പരിപ്പ് കറി. സാമ്പാറും ഉണ്ട്. ഇതാ പുളിശ്ശേരി ഇപ്പയുണ്ട് കേട്ടോ. ഇതാ കൊഞ്ച് തീയലാണ്. ഇത് കൊഞ്ച് തീയൽ ഊണിൻ്റെ കൂടെ സൈഡായിട്ട് വിളമ്പുന്നതാണ്. പിന്നെ ഒരു തോരനുമുണ്ട്, ബീട്രൂട്ട് കിച്ചടി, മാങ്ങ അച്ചാറും ഉണ്ട്. ഇതാ ഞണ്ട് കറി, ഞണ്ട് റോസ്റ്റ്. 12 ഐറ്റം ഉണ്ട്. കപ്പ സഹിതം അത് മൊത്തം 70 രൂപ. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ? എന്നും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ബിരിയാണിക്ക് മാത്രമേ ഉള്ളൂ 120 രൂപ. അത് 2 ദിവസമേ കാണത്തുള്ളൂ. ആഴ്ച 2 ദിവസം ബിരിയാണി. 2 ദിവസം. അന്ന് ഊണുണ്ടോ? ഊണുണ്ട്. ഊണ് 11 മണി കഴിയുമ്പോൾ ഊണ് തുടങ്ങും. ഇപ്പം പിള്ളേരില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 11 മണിയാകുമ്പോഴേ റെഡിയാവും. എന്നിട്ട് ഇനി എപ്പോഴാണ് ചേച്ചി അടച്ചിട്ട് പോകണം? ഞങ്ങൾ രാത്രി 8 മണി. വൈകുന്നേരം ചിക്കൻ കുറുമയും പൊറോട്ടയും മുട്ടക്കറി, ഉള്ളിക്കറി. മുട്ട കഴിക്കാത്തവർക്ക് ഉള്ളിക്കറി കൊടുക്കും, മുട്ട വേറെയാണ് വെക്കുന്നത്. പിന്നെ കടലക്കറിയോ വെജിറ്റബിൾ കറി, ചപ്പാത്തി, പൊറോട്ട, പൂരി കാണാം. ചിലപ്പോൾ അപ്പവും ചിക്കൻ കുറുമയും വേണമെന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കും. ഇതൊക്കെ ചേച്ചി തന്നെയാ വെക്കണേ? ഞങ്ങൾ തന്നെ ചെയ്യും. ജോലിക്കാരും ഇല്ല, അവർ 5 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ. ഇപ്പൊ എത്ര കൊല്ലമായി കട തുടങ്ങിയിട്ട്? 4 വർഷം കഴിഞ്ഞു. ഈ പണിയൊക്കെ അറിയാമായിരുന്നോ, ഈ ഹോട്ടൽ പണിയൊക്കെ? വീട്ടിൽ പാചകിച്ച് ചെയ്ത് പഠിച്ച് അത് പിന്നെ ഇങ്ങനെ എല്ലാരും പറയണേ ഭയങ്കര സ്വാദാ ഇവിടുത്തെ ഭക്ഷണം എന്നാണ്. ഞായറാഴ്ച ഇല്ല, പിന്നെ ഓർഡർ അനുസരിച്ച് ചെയ്തു. ആളുകൾ പറയും വിളിച്ച്. അത് കാറ്ററിംഗ് ഉണ്ട്. അപ്പൊ അത് അവര് വിളിച്ച് പറയുമ്പോൾ ഇവിടിട്ട് ചെയ്യണ്ടെന്ന് ഇവിടിട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ വീട്ടിലിട്ട് ചെയ്യും. 10-25 ഉള്ളെങ്കിൽ വീട്ടിലിട്ട് ചെയ്ത് കൊടുക്കും. തോനെയുണ്ടെങ്കിൽ കട അവധി അല്ലാത്ത ദിവസം ഇവിടെ വന്ന് ഇവിടിട്ട് ചെയ്ത് കൊടുക്കും. ഇന്ന് രാവിലെ ഒരാൾക്ക് 25 കാപ്പി കൊടുക്കണം. ഊണ് മാത്രല്ല അങ്ങനെയും കൊടുക്കും അല്ലേ? വൈകുന്നേരം ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അങ്ങനെയും കൊടുക്കും. 3 നേരത്തെ ആയാലും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്കൊക്കെ അവരെ വിടത്തില്ല. അപ്പൊ അവർക്ക് ഡെലിവറി കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ 5 എണ്ണം മേടിക്കും, ചിലപ്പോൾ ചേട്ടൻ തന്നെ കൊണ്ട് കൊടുക്കും. ഉപേക്ഷിക്കാൻ, ഈ പരിചയപ്പെട്ട് കഴിയുമ്പോൾ കൊച്ചുങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോ ഈ ആദിത്യ പറഞ്ഞെങ്കിൽ 5 ആദിത്യമാരുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു മോളൊന്ന് വരണേ, ആളാരാന്ന് കൂടെ എനിക്കൊന്ന് കാണണ്ടായോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളോട് വരണേ എന്ന് പറഞ്ഞു. പനിയാണ്, വീട്ടിൽ പോവാ പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിലേ വന്നിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് പോവാന്ന്. അങ്ങനെ തന്നെ കൊച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ ഹോസ്റ്റലിൽ, അപ്പൊ എനിക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോ ഇവിടെ പോയി കഴിക്കും, വീട്ടിൽ നിന്ന് കഴിക്കണ പോലെ. അത് ഒരു വട്ടമൊക്കെ വന്ന് കഴിക്കുന്നവര് പിന്നെ കൂട്ടുകാരെയും വിളിച്ചോണ്ട് വരും. ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും കൂട്ടുകാർ അവരുടെ കൂട്ടുകാരെയും കൊണ്ടുവരും. കണ്ടാൽ തന്നെ കഴിക്കാൻ പെട്ടെന്ന് കൊതിയാവും. ക്യാബേജും ബീട്രൂട്ടും, തീയൽ, കൊഞ്ച് തീയൽ. മതി കേട്ടാ, കപ്പ എനിക്കത് മതി. രണ്ടാമത് വേണമെങ്കിൽ മേടിച്ചോളാം, അത് മതി.
ഇച്ചിരി കൂട്ടി വെക്കണം. അപ്പോൾ ഇച്ചിരി ഒഴിച്ചോ. രണ്ടാമത് മീൻ കറി എടുക്കാം അല്ലേ? നല്ല മത്തി കണ്ടപ്പോഴേ ഓക്കെ ഓക്കെ. നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ കുടിക്കാൻ തരുന്നത്. കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻ കൂട്ടാനാണ് ഇവിടേക്ക് വന്നപ്പോൾ. കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ഒക്കെ ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്ത് കടലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കടലും കായലും, അതാണ് ഈ കായൽ മീനുകളൊക്കെ. കടലും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും. അപ്പം 70 രൂപയുടെ ഊണിൻ്റെ കൂടെ ഇതുപോലെ ഒരു മീൻ വറുത്തതുണ്ട് കേട്ടോ. നല്ല ഭക്ഷണം കേട്ടോ. കൊച്ചു പറഞ്ഞ പോലെ അവളങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ വന്നായിരുന്നു, വയ്യ, പനി ആയതുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഇവർക്ക് ഹോസ്റ്റലേഴ്സ് എല്ലാം വീട്ടിൽ പോകുന്ന ഒരു ദിവസമാണല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാലല്ലോ, നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വല്ല ആശുപത്രിയിലോ ഒക്കെ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാനുള്ളൊരു കൊതി വരും. ഞാനൊരു 3 മാസം ഹോസ്റ്റലിൽ കൊല്ലത്താണേ. കൊല്ലത്ത് AR ക്യാമ്പിൻ്റെ അവിടെ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു. ശാരദാ ഭവൻ അങ്ങനെ എന്തോ ആണ്, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എന്തോ ഒരു ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിന്നാൽ ട്രെയിൻ പോകണതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത്ര അടുത്തായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ അവിടെ താമസിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഒരു വിലയൊക്കെ മനസ്സിലാവുക. കാരണം എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല രസം. അതൊക്കെയാണ് മിക്കവാറും കിട്ടുക. പുളിശ്ശേരി, രസം, രാവിലെ ഇന്ന് ഉപ്പുമാവ് അല്ലെങ്കിൽ ദോശയും ഗ്രീൻ പീസ് കറിയും. ഭയങ്കര മടുത്തു പോകുന്ന ഒരേ ഭക്ഷണം തന്നെയാണല്ലോ എല്ലാ ദിവസവും കിട്ടുക. ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടി ICDയിൽ, നമ്മളെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ICDയിലെ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ എനിക്കുള്ളൊരു കുറച്ച് ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. 3 മാസം അവിടെ വന്ന് താമസിച്ചപ്പോൾ കൊല്ലത്തെ ഫുഡൊക്കെ ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ എല്ലാം ഒരേ ഭക്ഷണം തന്നെ എല്ലാ ദിവസവും തരുമ്പോൾ, പക്ഷേ ഞാനങ്ങനെ എനിക്ക് പറ്റിയ പണിയൊന്നുമല്ല. ബാങ്കിലെ ജോലിയിൽ നിന്ന് മനസ്സിലായിട്ട് ഞാൻ ഇട്ടിട്ട് പോവുകയും ചെയ്തു. 3 മാസമായിട്ട് നിന്നിട്ടുള്ളൂ. കോച്ചിങ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞാണ് നേരെ MPhilന് പോകും, PhD ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ, പൊതിച്ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു കൊതി മാതിരിയായിരുന്നു. ഞാൻ പിന്നെ അപ്പോഴും തനിയെ പാചകമാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തനിയെ തന്നെയാണല്ലോ പാചകമൊക്കെ. എന്നാലും വീട്ടിൽ പോയി എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ അവരെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കിട്ടുമ്പോൾ ഇത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തേക്കുള്ള ഫുഡൊക്കെ മെസ്സായിട്ട് ബുക്ക് ചെയ്യാം. 4000 രൂപയാണ് കേട്ടോ, 3 നേരത്തെ ഫുഡും കൂടെ ചേർത്തിട്ട്. ഞാൻ നമ്പർ കൊടുത്തേക്കാം അങ്ങനെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ മാതിരിയുള്ളൊരു ഭക്ഷണം കിട്ടുകയും ചെയ്യും. ഓരോ ദിവസം ഓരോരോ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെയും ഭക്ഷണം. സിലോപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എനിക്കത്ര താല്പര്യമുള്ളതല്ല, പക്ഷെ എന്നാലും ഇവിടെ അതാണ് കൂടുതലായിട്ട്. പിന്നെ സാധാരണ കടയിനൊക്കെ കുറച്ചുകൂടിയൊക്കെ വില കുറവായിട്ട് എനിക്ക് തോന്നി. വറുത്ത മീനൊക്കെ വലിയ മീനായാലും 150 രൂപയ്ക്കല്ലേ നേരത്തെ കാണിച്ചത്. ഇച്ചിരി കപ്പയും കൂടെ കൂട്ടി കഴിച്ചു നോക്കട്ടെ. കപ്പയും മീൻ വറുത്തതും കഴിച്ചു നോക്കിയിട്ടുണ്ടോ? സൂപ്പർ. കൊള്ളാം. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ അമൃതയുടെ ക്യാമ്പസിൽ അധ്യാപകനാണ്, ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു MPhilൊക്കെ പഠിച്ചത്. MPhil അല്ല, PhD കാര്യവട്ടം ക്യാമ്പസിൽ. അപ്പോൾ വന്നേച്ചും പോയി. അങ്ങനെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. ഞാനും ആനന്ദും കണ്ടിട്ട് ഒരു 12 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതാ കാണാൻ പറ്റി. ഒരു സന്തോഷം, അങ്ങനെ ഒരു സന്തോഷം. ഞാനിവിടെ എത്തിയപ്പോൾ വിളിച്ചതാണ്. കാരണം ഈ സ്ഥലം വള്ളിക്കാവ് എന്ന് എനിക്ക് പെട്ടെന്ന്, വള്ളിക്കാവാണ് കറക്റ്റ് സ്ഥലം. ജംഗ്ഷനിൽ നിന്ന് ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആനന്ദ് ഇവിടെ അമൃതയിലുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നുകൊണ്ട് അങ്ങനെ ഞാൻ വിളിച്ചതാണ്. ഇന്ന് ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. പിന്നെ നല്ല ഭക്ഷണം കിട്ടിയതിനെ മുമ്പിൽ തന്നെ ഇങ്ങനെ വെള്ളം, കായലല്ല, കുറച്ച് വെള്ളം ഇങ്ങനെ കുളമൊക്കെ പോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നേരത്തെ അവരുടെ ചെറുപ്പത്തിലൊക്കെ ഈ തൊണ്ട് കുതിർത്ത് വെക്കുന്ന സ്ഥലമായിരുന്നു അത്ര, കയറ് പിരിക്കിയിട്ടേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള. നല്ല 2 മനുഷ്യരും. ഭക്ഷണത്തിൻ്റെ രുചിയേക്കാളും അതെടുത്ത് പറയണം. അതുകൊണ്ടാണ് തോന്നുന്നു പിള്ളേരൊക്കെ ഇങ്ങനെ ഒരുപാട് ഇവിടെ വരുന്നത്. ഒരു പ്രാവശ്യം വന്നവരെന്തായാലും ഇവിടെ വന്ന് വീണ്ടും കഴിക്കും. ഈ ഞണ്ടിൻ്റെ മസാലയും നല്ല കേട്ടോ. ഞാനങ്ങനെ
ഞണ്ട് ഇഷ്ടമുള്ള ഒരാളൊന്നല്ല, പക്ഷേ എനിക്ക് ഇവിടുത്തെ ഞണ്ടിൻ്റെ ഇതൊക്കെ എനിക്കിഷ്ടമായി. മസാല, പ്രത്യേകിച്ച് ഈ മസാല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ട വെള്ള എരിക്ക് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, നമ്മുടെ അവിടെ ഉണ്ട്. പക്ഷെ വെള്ള എരിക്ക് അങ്ങനെ അധികം കാണാറില്ല. മറ്റേതൊരു വയലറ്റ് പോലത്തെ കളറിലല്ലേ കണ്ട. ഈ ശിവൻ്റെ അമ്പലത്തിലൊക്കെ എരിക്കിൻ്റെ പൂവ് ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുവാണ്. നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് അധികം ഇങ്ങടേക്ക് ദൂരമില്ല, എന്നാലും ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു പ്രതീതിയൊക്കെയാണ്. നല്ല നാടൻ ഊണും. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ അനുസരിച്ച്, അതായത് ഇപ്പോൾ രാവിലത്തെയോ ഉച്ചത്തെയോ വൈകുന്നേരത്തെയോ ഒക്കെ എന്തെങ്കിലും വീട്ടിൽ പരിപാടിയൊക്കെ ആണെങ്കിൽ അവർ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചേച്ചിയും ചേട്ടനും കൂടെ. അല്ലാതെ മെസ്സ് പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസത്തെ ഭക്ഷണം പിന്നെ 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 30 ദിവസവും, ഞായറാഴ്ച ഒഴിവൊന്നുമില്ല, എല്ലാ ദിവസത്തെ ഭക്ഷണവും കിട്ടും. അതിനും വേണ്ടിയിട്ടായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇവിടെ പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും ഭാവിയിലേക്ക് പഠിക്കാൻ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ, ഇവർക്കും ഉപകാരമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.